കുറച്ച് റീസെന്റ് ഡേയ്സ് ആയിട്ട് MRC ഗ്യാങ്ങിന്റെ അത് ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പോൾ അതില് നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. വർഷങ്ങളായിട്ട് എനിക്ക് വളരെ പേഴ്സണലി വേണ്ടപ്പെട്ട 2 പേരാണ് അതിന്റെ ഓണേഴ്സ്. അതിലൊരാളെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും അതിൽ വേറൊരാളെന്ന് പറഞ്ഞാൽ ഗോകുവാണ്. അവർക്ക് 2 പേർക്കും കറണ്ട്ലി ഇപ്പൊ ഇത് വന്ന് വിളിച്ച് പറഞ്ഞ് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്റെ കൂടെ വന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. സോ ഈ MRC എന്ന് പറയണ 3 ഇത് ചിലപ്പോൾ കേൾക്കാൻ ഈ സ്റ്റോറി ഇത് ഞാൻ ഈ പറയണ കാര്യങ്ങൾ കേൾക്കാൻ വെളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവരുടെ അടുത്തും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഈ MRC എന്ന് പറയുന്നത് മാർസലസ് എന്ന് പേരുള്ള ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. അത് മനസ്സിലായ ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തതാണ്. ഏകദേശം 8 വർഷം മുമ്പ് ഫോം ചെയ്ത ഒരു ഓർഗാണ് MRCയിൽ 8 വർഷം മുമ്പ് ജോയിൻ ചെയ്ത ഒരു പ്ലെയർ ആണ് ഞാൻ അവർക്ക് വേണ്ടി ഞങ്ങൾ കേരളത്തിൽ വേറെ ഒരു ലൈനപ്പുകളും ക്വാളിഫൈ ആവാത്ത സമയത്ത് കേരളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യ ടൂർണമെന്റ്സ് ക്വാളിഫൈ ആയ ഒരു ലൈനപ്പ് ആയിരുന്നു ഞാൻ ഗോഗ്, റസിന്, വെനം, പിന്നെ ഈ പറയണതുപോലെ നമ്മുടെ കുറെ പേരുണ്ട് അതിനകത്ത്. ആക്ഫ്രോളിക്ക്, നോയ്സി ബോയ്, ഇങ്ങനെ കുറെ നല്ല കിഡിലൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റിയിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നല്ല പ്ലേയേഴ്സും അതുപോലെ അന്നത്തെ കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമറായ ഗോകു ഉണ്ടായിരുന്ന ക്ലാനാണ് മാർസലസ് എന്ന് പറയുന്ന MRC. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ടൊരു ചെറിയ കഥ പറയാം. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഞാൻ VC വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് സംസാരിക്കും. സോ ഇതായിരുന്നു MRC എന്ന് പറയുന്ന ക്ലാൻ. ഈ MRCയിലേക്ക് തൊപ്പി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ, അതായത് ആ സമയത്ത് അവൻ കുറച്ച് ഫാസ്റ്റ് ഫേസ് ചൈനീസ് ഗെയിം പ്ലേ പോലത്തെ അങ്ങനത്തെ സാധനങ്ങളും സ്നൈപ്പർ ഷോട്ടും ഒക്കെ ആയിട്ട് വന്ന ഒരു പ്ലെയറാണ് തൊപ്പി. നമ്മുടെ മീറ്റപ്പുകൾക്കാണെങ്കിൽ പോലും തൊപ്പി അങ്ങനെ ജോയിൻ ചെയ്യാറില്ല. അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു ആളെ സ്വഭാവം അല്ലായിരുന്നു. അവൻ ആ സമയത്ത് നമ്മുടെ അത് ജോയിൻ ചെയ്തു. ഇത് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് ഒരു ടൈം ആയപ്പം MRC നിന്ന് ഇറങ്ങേണ്ട വന്നു. അതിനുശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള ക്ലാൻ തുടങ്ങി. ഞാൻ പിന്നെ ബ്ലൈൻഡിൽ കയറി. അങ്ങനെയായിരുന്നു എൻ്റെ ജേണി. ഈ സെയിം സൈഡിൽ MRCയുടെ ജേണി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബ്ലൈൻഡിന്റെ ബൂട്ട് ക്യാമ്പ് ഒക്കെ ഫോം ചെയ്ത സമയത്ത് ഇതുപോലെ അവർക്കും ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ ബൂട്ട് ക്യാമ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു അവര്. സോ വൺസ് ഗോകുവിനും ഒക്കെ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതായപ്പോഴത്തേക്കിനും അതുപോലെ അശ്വിൻ ചേട്ടന് ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ബൂട്ട് ക്യാമ്പ്, അതായത് നിങ്ങൾ ഈ പറയുന്ന MRCയുടെ ഈ തൊപ്പി അടങ്ങുന്ന ഗ്യാങ്ങിന്റെ വീടിനെ പറ്റിയല്ല പറയുന്നത്. അതിന് മുമ്പ് ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ ഫുൾ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അശ്വിൻ ചേട്ടനാണ്. അശ്വിൻ ചേട്ടൻ വൺസ് അത് കഴിഞ്ഞിട്ട് ബിസിനസ് പരമായിട്ട് പുള്ളിക്ക് ദുബായിൽ കുറച്ച് ഡൗണും കാര്യങ്ങളൊക്കെ വന്നപ്പം പുള്ളിക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് MRCയിലെ പ്ലേയേഴ്സിൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞപ്പം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഗോകുവിന് പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതൂടെ വന്നപ്പോഴത്തേക്കിന് ഗോകുവും നേരെ വെളിയിലോട്ട് പോയി. സോ അങ്ങനെ ആ MRCയുടെ ബൂട്ട് ക്യാമ്പ് അവിടെ ഷട്ട് ഡൗൺ ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ ഷട്ട് ഡൗൺ ചെയ്ത് നിർത്തി കംപ്ലീറ്റ്ലി MRCയുടെ ഓപ്പറേഷൻസ് ഫുള്ള് കട്ട് ചെയ്തു. പിന്നെ അതിനകത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ല, പ്ലേയേഴ്സ് ഇല്ല. ഞാൻ പറയാം, മര്യാദ അത് ഓപ്പറേറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇന്നും കേരളത്തിലെ ടോപ്പ് ഓർഗനൈസേഷൻ എന്നുള്ള തന്നെ രീതിയിൽ അവരുണ്ടാക്കി വെച്ച അന്നത്തെ ലെഗസി തന്നെ ഇന്നത്തെ കേരളത്തിലെ ടോപ്പ് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ അത് ഇന്നും അറിയപ്പെടും. അന്നത്തെ ലെഗസി, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, മനസ്സിലായ? അങ്ങനെ നിന്ന ഒരു ടൈം ആയിരുന്നു MRC എന്ന് പറയുന്ന സാധനം. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയ സമയത്താണ് തൊപ്പിയുടേതായിട്ടുള്ള ഒരു സ്ട്രീമിംഗ് ശൈലി, അല്ലെങ്കിൽ ഈ പറയണതുപോലെ അവൻ തന്നെ സമ്മതിച്ച ഈ പറയുന്ന ഐഷോ സ്പീഡിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഈ ക്യാരക്ടർ വെച്ചിട്ട് അവൻ ഇത് നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, ഹ്യൂജ് കൗണ്ട് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, കോൺട്രവേഴ്സീസ് വരുന്നു, എല്ലാം വരുന്നു. സോ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഇതിന്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്ത് വരാനാണെങ്കിൽ തൊപ്പിയുടെ അടുത്ത് ഇത് ഓണർഷിപ്പ് വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓർഗിന്റെ പേരാണടാ MRC എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വരണമെന്നുണ്ടായിരുന്നെങ്കിൽ തൊപ്പി ഇത് പ്രൈം ടൈമിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സമയത്ത് അവർക്ക് വന്ന് ക്ലെയിം ചെയ്യാമായിരുന്നു. ഇന്നേ വരെ ഒരു പബ്ലിക്